നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ഞെട്ടിക്കുന്ന തോൽവി. 359 റൺസെന്ന കൂറ്റൻ സ്കോർ നേടിയിട്ടും അത് പ്രതിരോധിക്കാൻ കഴിയാതെയാണ് ഇന്ത്യ 4 വിക്കറ്റിന്റെ തോൽവിയിലേക്ക് വീണത്. 6 വിക്കറ്റുകൾ നഷ്ടത്തിൽ 4 ബോൾ ബാക്കി നിൽക്കെ സൗത്ത് ആഫ്രിക്ക 358 റൺസ് മറികടക്കുകയായിരുന്നു. ഇതോടെ പരമ്പരയിൽ അവർ 1 മുതൽ 1 വരെ ഒപ്പമെത്തി. നിർണായകമായ അവസാന മത്സരം ശനിയാഴ്ച നടക്കും. ഓപ്പണർ എയ്ഡൻ മാർക്രമിന്റെ 110 സെഞ്ചുറിയും മാത്യു ബ്രീഡ്സ് 68, ഡെവാൾഡ് ബ്രെവിസ് 54 എന്നിവരുടെ 50കളുമാണ് അസാധ്യമെന്ന് കരുതപ്പെട്ട സ്കോർ പിന്തുടർന്ന് ജയിക്കാൻ സൗത്ത് ആഫ്രിക്കയെ സഹായിച്ചത്. 98 ബോളിൽ 10 ഫോറും 4 സിക്സറും അടക്കമാണ് മാർക്രം ടീമിന്റെ അമരക്കാരനായത്. ബ്രീഡ്സ് 64 ബോളിൽ 5 ഫോറടിച്ചപ്പോൾ ബ്രെവിസ് 34 ബോളിൽ 5 സിക്സറും 1 ഫോറും പറത്തി. തുടർച്ചയായ രണ്ടാം ഏകദിനത്തിലും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ റൺമല തീർക്കുകയായിരുന്നു. 5 വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിലാണ് ഇന്ത്യ 358 റൺസെന്ന വലിയ ടോട്ടൽ പടുത്തുയർത്തിയത്. ഇതിന് ടീമിനെ സഹായിച്ചതാവട്ടെ വിരാട് കോഹ്ലിയുടെ 102 തുടർച്ചയായ രണ്ടാം സെഞ്ചുറിയും ഋതുരാജ് ഗെയ്ക്വാദിന്റെ 105 കന്നി സെഞ്ചുറിയുമാണ്. ക്യാപ്റ്റൻ രാഹുൽ 66 വീണ്ടും ഒരു 50+ സ്കോറുമായി ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തേകുകയും ചെയ്തു. 83 ബോളിൽ 12 ഫോറും 2 സിക്സറും ഉൾപ്പെട്ടതാണ് ഋതുരാജിന്റെ ഇന്നിംഗ്സ്. കോഹ്ലി 93 ബോളിൽ 7 ഫോറും 2 സിക്സറും അടിച്ചു. ടോസിനു ശേഷം ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യയുടെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. 10 ഓവറിനിടെ തന്നെ ഓപ്പണിംഗ് ജോഡികളായ രോഹിത് ശർമ്മയെയും 14 യശസ്വി ജയ്സ്വാളിനെയും ഇന്ത്യക്ക് നഷ്ടമായിരുന്നു. എന്നാൽ 3-ാം വിക്കറ്റിൽ കോഹ്ലി ഋതുരാജ് ജോഡി വമ്പൻ കൂട്ടുകെട്ടുമായി ടീമിനു ശക്തമായ അടിത്തറയിട്ടു. 195 റൺസാണ് ഈ ജോഡി വാരിക്കൂട്ടിയത്. വെറും 156 ബോളുകളിൽ നിന്നായിരുന്നു ഇത്. ഋതുരാജ് ഇതിനിടെ കന്നി സെഞ്ചുറിയും പൂർത്തിയാക്കിയിരുന്നു. വെറും 77 ബോളുകളിലാണിത്. ടീം സ്കോർ 62-ൽ ഒരുമിച്ച കോഹ്ലി ഋതുരാജ് ജോഡി 36-ാം ഓവറിൽ 257 വെച്ചാണ് വേർപിരിഞ്ഞത്. ഋതു മടങ്ങിയ ശേഷം കോഹ്ലിയും സെഞ്ചുറി പൂർത്തിയാക്കി. എന്നാൽ കോഹ്ലിയെയും വാഷിംഗ്ടൺ സുന്ദറിനെയും അടുത്തടുത്ത ഓവറിൽ നഷ്ടമായതോടെ ഇന്ത്യൻ സ്കോറിംഗിന്റെ വേഗതയും കുറഞ്ഞു. 6-ാം വിക്കറ്റിൽ രാഹുൽ ജഡേജ ജോഡി 54 ബോളിൽ നേടിയ 69 റൺസാണ് ടീം ടോട്ടൽ 358 വരെ എത്തിച്ചത്. 43 ബോൾ നേരിട്ട രാഹുലിന്റെ ഇന്നിംഗ്സിൽ 6 ഫോറും 2 സിക്സറും ഉൾപ്പെട്ടിരുന്നു. നേരത്തെ ഒരിക്കൽ കൂടി ടോസ് ഭാഗ്യം ഇന്ത്യ കൈവിട്ടപ്പോൾ സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെംബ ബവുമ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ നിലനിർത്തിയാണ് ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ 3 മാറ്റങ്ങൾ വരുത്തി. ബവുമയ്ക്കൊപ്പം കേശവ് മഹാരാജ്, ലുങ്കി, എൻഗിഡി എന്നിവരാണ് ടീമിലേക്ക് വന്നത്.